അപ്പൊ രേണു സുധിയുടെ ഉടായ്പകൾ ഇവിടെ മോല് കണ്ടു. ഇതാ ഹൈലൈറ്റ്. കണ്ണൂരല്ലേ? ആ ഇവിടെ. നാട്ടിൽ എന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കൂല്ലോ സ്റ്റാർ മാജിക്കില്. അയ്യോ എന്തൊരു എളിമ, എന്തൊരു വിനയം. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ബാക്കിലേ ബൈ. ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടൻ ഇല്ലായ്മകൾ കൊണ്ടാണ്. ഏതായാലും നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. ഇനി പണമൊക്കെ കടം വാങ്ങി തിരിച്ചു ചോദിക്കുമ്പോൾ ഉള്ളവരുടെ വർത്താനങ്ങളൊന്ന് കേട്ടു നോക്കി. തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതും കേട്ടു നോക്കാം നമുക്ക്. എവിടെ പോണു? എടാ നീയൊക്കെ, എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അംജിത്തെ, നീ എന്നാവർത്ത, നീ ആരെ? എങ്ങനെ ഇരിക്കുന്നു? അവരാണേലും ആരാണേലും ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ? സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ. പുള്ളിയുടെ കയ്യിൽ ഈ ഒരു വർഷമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാ. അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് എന്തിനാ പറഞ്ഞു? അപ്പൊ തട്ടിപ്പാണല്ലേ? ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? പണം കടം ചോദിക്കുന്ന സമയത്ത് എന്തൊരു നല്ല സ്ത്രീ ആയിരുന്നു അല്ലേ? നാട്ടിൽ എന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ആ പന്നി. അതേ ആള് തന്നെ പണം തിരിച്ചു ചോദിക്കുമ്പോ ഒക്കെ പറയുന്ന വർത്താനങ്ങൾ കേട്ടില്ലേ? അംജിത്തെ, നീ എന്നാവർത്ത, നീ ആരെ? അഹങ്കാരി. അവരാണേലും ആരാണേലും ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ? സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ. അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് എന്തിനാ കളിക്കുന്നത്? അതിൽ വേണ്ട തെണ്ടി. അതായത് പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാലോ കൂരായണ. നാട്ടിൽ എന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ്. നീ ആരെ? അവരാണേലും ആരാണേലും ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ? സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ. മരുന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ, അമ്മായിപ്പൻ വയ്യാതെ ഹോസ്പിറ്റലാണ്, കാര്യങ്ങളാണ്, എനിക്ക് പൈസ അയച്ചു തരണം. പിന്നെ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അംജിത്തെ, എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയേ ഉള്ളൂ. അതങ്ങ് ഞങ്ങൾ കയ്യിലോട്ടം. അതെ, നിന്റെ 10-15 ഉറുപ്പല്ലേ, ഞങ്ങൾ അതങ്ങോട്ട് തരും. അതുകൊണ്ട് നീ ഓവർ വലിയ ഡയലോഗ് അടിക്കാനൊന്നും നിൽക്കണ്ട. എന്താ ഇതിനൊക്കെ പറയാല്ലേ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഇതാണ് ഇവരെ സഹായിച്ചവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവർക്ക് വീട് എടുത്തു കൊടുത്ത ഫിറോസ്കെ ആണെങ്കിലും മതിലെ കിട്ടിക്കൊടുത്ത മറുനാട് മലയാളി ആണെങ്കിലും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകള്ളെ. ഇതേ വർത്താനം തന്നെയാണ് ഇപ്പൊ ഫിറോസിനോടും മറുനാട് മലയാളിയോടും രേണു പറയുന്നത്. ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് വീട് വെച്ച് തരാൻ? ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് മതിലെ കിട്ടിത്തരാൻ? അനുഭവിച്ചോ എന്ന തരം വർത്താനം. നീ ഒരു അറിയാണ്ടോ? ഉടായ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. I am going to divert my life to the multiplication and the multiplication of India.